ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാനും ചട്ടിയും രാവിലെ തന്നെ നല്ല സമന്വയത്തിലാണ്. ചട്ടി മീൻസ് ദോശ ചുടുന്ന ചട്ടി കേട്ടോ. സമന്വയം എന്ന് വെച്ചാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ചട്ടിയിൽ നിന്ന് ദോശ കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. രണ്ട് മൂന്ന് ദിവസമായിട്ട് ദോശച്ചട്ടിയിലാണ് നമ്മൾ കോഴിമുട്ട പൊരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറിയാണ് ദോശയ്ക്ക്. നമ്മുടെ എന്താ പറയാ, ചിക്കനും കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ കറി റെസിപ്പി ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് ധൃതി പിടിച്ചിട്ടുള്ള പണിയാണ്. അപ്പം ആ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ നമ്മള് രാവിലെ ഇനിയിപ്പം ഈ ഒരു ദോശ ചുടുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്, കുറച്ച് സമയം എടുക്കും. ഈ അപ്പം ഇങ്ങനെ മൊരിച്ച് എടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടി പിടിക്കും. എനിക്കിങ്ങനെ മൊരിഞ്ഞ അപ്പാണ് അതിന്റെ ഒന്നിന്റെ പുറത്ത് ഒന്നിടുമ്പോൾ കറക്റ്റായിട്ട് കിടക്കുള്ളൂ, എടുക്കാനൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എടുക്കാൻ കിട്ടില്ല, ആ ഒട്ടിപ്പിടിയാനായി പോകും. അപ്പൊ അത്യാവശ്യം ഒന്ന് മൊരിച്ചെടുക്കാൻ നീർദോശ. നമ്മളിവിടെ കലക്കിപ്പാറുന്ന അപ്പം അല്ലെങ്കിൽ ഇപ്പൊ അച്ചേരി അപ്പം എന്നൊക്കെ പറയട്ടോ. ശരിക്കും ഇതിന്റെ പേര് നീർദോശ എന്നൊക്കെയാണ് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ അത് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കഴിഞ്ഞിട്ട് വേണം ടൈസൂനേന്റെ ഹോസ്പിറ്റലിൽ പോകാൻ. ആൾക്ക് ഭയങ്കര പനി അധികമായിട്ട് അഡ്മിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അഡ്മിറ്റ് ചെയ്യില്ല, ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ട് രാവിലെ വൈകുന്നേരം ഇഞ്ചക്ഷൻ എടുക്കാം കേട്ടോ. അപ്പൊ രാവിലത്തെ ഇഞ്ചക്ഷന് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആര് കയറി വന്നത്, അസമോള് കയറി വന്നത് കേട്ടോ. അപ്പൊ ഇത് മൂത്തച്ഛന്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ. അപ്പൊ ഓള് ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ ഇപ്പൊ നടക്കാനൊക്കെ പഠിഞ്ഞുകൊണ്ട് എല്ലാ വീട്ടിൽ കൂടി ഒരു യാത്രയൊക്കെ നടത്താറുണ്ട്. അങ്ങനെ വന്നതാണ് രാവിലെ ഇങ്ങോട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് പഴമൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു, പിന്നെ കുറച്ച് ചായയൊക്കെ കൊടുത്തു. പഴം ആൾക്കും എല്ലാതും ഇഷ്ടമായിട്ടില്ല, എന്നാലും തിന്നു കേട്ടോ കുറച്ചൊക്കെ. പിന്നെ ചായ ഇഷ്ടപ്പെട്ടു. പകുതി ചായ കുടിച്ചിട്ട് പകുതി ചായയിൽ കൈയൊക്കെ ഇട്ട് ക്ലിമ്പിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം തരുമെന്ന് ചോദിച്ചു. അങ്ങനെ വെള്ളം കൊടുത്തു. വെള്ളത്തിലും കുറച്ചു നേരം കളിച്ചു കേട്ടോ. അപ്പൊ സംസാരിക്കുകയൊക്കെ ചെയ്യും ചെറുതായിട്ട്. അപ്പം എന്താ പറയാ, സെറ്റാണ് കേട്ടോ എല്ലാവരോട്ടും. അങ്ങനെ എല്ലാവരോട്ടും ഒന്നും സെറ്റ് ആവില്ല, എന്നാലും എല്ലാവരോട്ടും സെറ്റാണ്. അങ്ങനെ ഒരു കുഞ്ഞാണ്. അപ്പൊ മോളോളെ ഇപ്പാന്റെ പിന്നാലെ നടക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഇപ്പൊ കയറി വന്നപ്പോ ഇപ്പാന്റെ പിന്നാലെ വന്നാട്ടോ. അങ്ങനെ എന്താ പറയാ, അപ്പം തിന്നു. അപ്പം ചെറിയൊരു അപ്പത്തിന്റെ പൊട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ കുറച്ച് ദോശയൊക്കെ തിന്നിട്ടോളം അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അങ്ങനെ എന്താ പറയാ, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അർഷാക്ക് വേണ്ട ആദ്യം കഴിക്കണത്. അർഷാക്കിന് ചൂടുള്ള അപ്പം വേണം, നിർബന്ധമാണ്. ഈ ഒരു എന്താ പറയാ, ഈ ഒരു കടിയാണ് രാവിലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് അർഷാക്കിന് ചൂടുള്ളത് കൊടുത്തിട്ട് ഞാൻ പിന്നെയാണ് കഴിച്ചത്. പിന്നെ മക്കള് എണീറ്റിട്ടില്ല, സൂചി കാരണം എനിക്ക് ഉറക്കമൊന്നും ശരിയായില്ല. അപ്പൊ ഇനി ഉറങ്ങി നീക്കുമ്പോഴേക്കിനുള്ളൂ. ഇങ്ങനെ കയ്യിൽ സൂചി ഉള്ളതുകൊണ്ട് എവിടെ വെക്കേണ്ട കയ്യിന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഓന്റെ ഉറക്കം ശരിയായിട്ടില്ല. ഓന്റെ ഉറക്കം ശരിയാവാത്തത് കൊണ്ട് തന്നെ എന്റെ ഉറക്കം ശരിയായില്ല. അതിന് അർഷാക്ക് ചായക്ക് കുടിച്ചിട്ട് കുറച്ച് തേങ്ങയൊക്കെ പൊളിക്കാണ്ടായിരുന്നു. അപ്പൊ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർബന്ധിക്കുകയാണ് കേട്ടോ. അപ്പൊ അർഷാക്ക് അത് പൊളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പത്തിന് നമ്മള് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഒറ്റയ്ക്കാണ് ചായ കുടിക്കുന്നത്. ഒറ്റയ്ക്ക് ഇരുന്നാൽ കഴിച്ചാൽ പോകില്ല കേട്ടോ. ഞാൻ ആകെ 2 ദോശ തിന്നുള്ളൂ. അതെന്നെ അധികമാണെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും. പക്ഷെ എനിക്കൊരു 4 തിന്നണം കേസ്. ഞാനൊരു തീറ്റപ്പണ്ടാരാണ്. അങ്ങനെയല്ല കേട്ടോ, വയറ് നിറച്ച് കഴിക്കണ്ട. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമാണല്ലോ. അങ്ങനെ നമ്മുടെ റൂമിലെത്തി നമ്മളെ ചെക്കനെ അതും ഇതൊക്കെ പറഞ്ഞ് നീപ്പിച്ചിട്ടുണ്ട്. ചെക്ക സ്റ്റിക്കറൊക്കെ അലമ്പാക്കിയിട്ടുണ്ട് കേട്ടോ. രാത്രി എന്തൊക്കെയോ പറയുണ്ടായിരുന്നു, ഉറക്കത്തിൽ വയ്യാത്തോണ്ടാവും. അങ്ങനെ ഉറക്കം ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് രാവിലെ എത്ര നേരം കിടന്നുറങ്ങണത്. അപ്പൊ കയ്യിൽ സൂചി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ എടുക്കാനും തൊടാനൊക്കെ ഒരു പേടിയാണ് കേട്ടോ. അങ്ങനെ ഓനെടുത്തിട്ട് ഓന്റെ കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്, പല്ല് തേക്കുക, പിന്നെ ബാത്റൂമിൽ പോവുക, അങ്ങനെയൊക്കെ. കയ്യിൽ ഇതുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇന്നൊന്ന് പിടിക്കുമോ എന്നൊക്കെ ചോദിക്കും. ഒറ്റയ്ക്ക് എവിടെയും നിൽക്കൊന്നുമില്ല, വീഴുന്ന് കരുതിയിട്ടാവും. വീഴാൻ പോകുമ്പോൾ ഈ കയ്യും കൊണ്ട് എവിടെയെങ്കിലും പിടിക്കണ്ട, അതിനൊക്കെ ചെറിയ പേടിയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയാ, സൂചി ആണ് ഇപ്പൊ നമ്മുടെ മെയിൻ താരം. ഇനിയിപ്പം അമ്മന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, എല്ലാ പണികളൊന്നും കഴിഞ്ഞിട്ട് സൂചി വെക്കാൻ പോലെ നടക്കില്ല. അപ്പൊ കഴിയണത് കഴിയട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഓരോരുത്തർ ഇസുവിനെ കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. സൂചി എന്തായെന്നൊക്കെ ചോദിച്ചിട്ട് രാവിലെ മുതൽ ഇങ്ങനെ വലിയാക്ക് വരും, ഉപ്പ വരും, കുട്ടികൾ വരും. അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇസുവിന്റെ ക്ഷേമം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ അല്ലേ പറയാ. ഫോൺ വിളിക്ക് എന്റെ കുട്ടിയുടെ കയ്യിൽ ഫോണാ, ഐഫോണല്ലേ. ഹലോ പറ, എന്റെ കൈമ്മ സൂചിയാണ് പറ. നല്ല സുഖണ്ട് പറ. വേദന ഇല്ലല്ലോ, വേദന ഉണ്ടോ? അങ്ങനെ എല്ലാവരുടെയും ചായയോടെയൊക്കെ കഴിഞ്ഞു. മക്കളൊക്കെ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനും അർഷാക്കും ഇസും കൂടെയാണ് ഹോസ്പിറ്റലിൽ പോണത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസരത്തിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കോസ്റ്റ്യൂമാണ് ഈ പർദ്ദ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മൂത്തച്ഛന്റെ പർദ്ദയാണ്. ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഓടിപ്പോയി അവിടെ പോയി എടുത്തിടുന്നതാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ ഇതാകുമ്പോൾ നമ്മുടെ ഇട്ട ഡ്രസ്സിന്റെ മേലെ ഇട്ടാൻ മേലില്ല. അപ്പൊ കുളിച്ചിട്ട് പോകാനുള്ള സമയമൊന്നുമില്ല ഗൈസ്. അപ്പം ഇനിയിപ്പം എന്തായാലും വൈകുന്നേരം പോകണം. വന്നിട്ട് നമുക്ക് കുറെ പണികളുണ്ട്. അപ്പൊ വൈകുന്നേരം പോകുമ്പോൾ നമ്മൾ ഈ ഒരു പർദ്ദ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അടിപൊളി സംഭവമാണ് കേട്ടോ. ഈ ഒരു പെട്ടെന്നുള്ള യാത്രകൾക്കൊക്കെ. അങ്ങനെ എന്താ ഇസു ഭയങ്കര
എന്താ പറയാ സൂചിയൊന്നും വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ സൂചി വെക്കാനല്ല ഈ കയ്യിലുള്ള സാധനം അയച്ചെടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ എത്തി എന്തായാലും കാര്യം കേട്ടോ. മരുന്ന് കയറുമ്പോൾ നല്ല കടച്ചിലുണ്ട് ആൾക്ക്. അപ്പൊ മരുന്ന് കയറുന്ന സമയത്ത് കരയും. അപ്പൊ അത് എനിക്കറിയാം മരുന്ന് കയറുമ്പോൾ വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഹോസ്പിറ്റലിന്റെ അവിടെ എത്തിയിട്ട് ആ ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങൂട്ടാള്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, വേദനിക്കും എനിക്ക് പറഞ്ഞിട്ട് കാര്യം. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, രാവിലെ വൈകുന്നേരം ഒന്നും. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും. പിന്നെ മരുന്ന് വാങ്ങാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ വരും കേട്ടോ. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നമ്മൾ റിട്ടേൺ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അർഷാക്കൊണ്ടൊന്ന് പണിയുണ്ട്. അർഷാക്ക് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം കേട്ടോ ഇനി തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു 9:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളിതേ നമ്മുടെ വീട്ടിലെത്തി. അപ്പം നമ്മുടെ അജൂസിനും ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, വയ്യാത്ത പ്രശ്നമുണ്ട്. അപ്പൊ അജൂസ് താത്തയും കൂടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണാം. അപ്പൊ അർഷാക്ക് റിട്ടേൺ പോകുമ്പോൾ അവരവിടെ ഇറങ്ങും കേട്ടോ. അപ്പൊ അർഷാക്ക് പറയുന്നുണ്ട് ഇപ്പൊ ഇത് ഹോസ്പിറ്റലിലേക്കായിട്ട് ട്രിപ്പ് അടിക്കാൻ ഞാൻ അവിടെ നിൽക്കേണ്ടിയിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ഓരോരോ അസുഖങ്ങളാണ് കേട്ടോ. അപ്പൊ എല്ലാവരുടെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറിയിട്ട് എല്ലാവരും ഓക്കെ ആവട്ടെ എന്നും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് സ്കൂളൊന്നും ഇല്ല, അതുകൊണ്ട് മക്കളൊക്കെ ഓരോ ബൂട്ടും ബാഗൊക്കെ എടുത്തിറങ്ങിയിട്ടുണ്ട് ഗ്രൗണ്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ വന്നിട്ട് ഞാനും വീടും പണിയും തമ്മിൽ ഭയങ്കര യുദ്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ വലിയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇതിപ്പോ നമ്മൾ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത്. യുദ്ധം കാരണം ഞാനൊന്ന് കിടന്നിറങ്ങി. അപ്പൊ പിന്നെ വൈകുന്നേരമായിട്ട് നമ്മളെ വ്ളോഗിന്റെ ബാക്കി എടുക്കാന്ന് കരുതിട്ടോ. അപ്പൊ ചായക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ നല്ല ഉറക്കാണ്. അപ്പം ചായ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം. ബിസ്ക്കറ്റ് റസ്ക് ഒന്നും ഇപ്പൊ കുട്ടികൾ തിന്നില്ല കേട്ടോ. ബ്രെഡ് പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ബ്രെഡ് ഇരിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന്. അപ്പൊ ഞാൻ 2 മുട്ടയൊക്കെ പൊട്ടിച്ച് 2 മുട്ട പൊട്ടിച്ച് 1 മുട്ട പൊട്ടിച്ചു കേട്ടോ ഗൈസ്. 1 മുട്ട പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് മൈദയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. വെള്ളത്തിന് പകരം സാധാരണ പാലാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അപ്പം ഇപ്പൊ പാല് കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളമാണ്. ഇനിയിപ്പം പാലാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ മൈദ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ട് ബ്രെഡ് അതിലൊന്ന് മുക്കിയിട്ടൊന്ന് പൊരിക്കണം. അതാണ് ഇപ്പൊ നമ്മുടെ ഉദ്ദേശം. അങ്ങനെ നമ്മളൊരു പാനൊക്കെ വെച്ചെടുത്ത് കുറച്ച് നെയ്യൊക്കെ എടുത്ത് പാർന്ന് വെച്ചിട്ടുണ്ട്. നെയ്യ് കുപ്പിന്ന് എടുക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അങ്ങനെ ആ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ഇതേപോലെ ഒന്ന് എന്താ പറയാ ജസ്റ്റ് ഒന്ന് ഒരുപാട് ഓയിലിന്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കാവും ബ്രെഡ് ആകും കൊണ്ട് തന്നെ. അപ്പൊ 2 സൈഡും ഒന്നൊരു ബ്രൗൺ കളർ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ചൂടോടെ കഴിക്കണം, ചൂടാറിയ രസം ഉണ്ടാവില്ല. അപ്പൊ മക്കളുടെ ടേബിള് സെറ്റാണ് കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആയതായതവർക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ 2 പേർക്ക് ഒരു 2 എണ്ണം വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഒരു കഴിക്കുള്ളൂ. അപ്പൊ അതിനുള്ളത് കറക്റ്റായിട്ട് എണ്ണിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആരെങ്കിലും വേറെ കുട്ടികൾ വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2 പേരും കൂടെ ഒരുമിച്ച് തന്നെ ചായ കുടിക്കണം. അതിന്റെ ഇടയിൽ അവിടെ തല്ലൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളത് വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മുടെ അജൂസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിനൊരു ചെറിയ കേക്കൊക്കെ വാങ്ങിയിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കേക്ക് മുറിക്കാറുള്ള മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാവരും ബർത്ത്ഡേക്ക് ഓരോ കേക്ക് വാങ്ങിയിട്ട് നമ്മൾ കട്ട് ചെയ്യാറുണ്ട്. ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ കേക്ക് കട്ടിങ്ങിന്റെ സമയത്ത്. അപ്പൊ അത് ഹാപ്പി ബർത്ത്ഡേ അജിസൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. അവന്റെ പേര് അജിസൽ എന്നാണ്. അങ്ങനെ നമ്മുടെ വലിയാക്ക കേക്കിന്റെ പൊതിയൊക്കെ അഴിച്ചു മാറ്റുന്നുണ്ട്. വൈറ്റ് ഫോറസ്റ്റ് ആണ് 1 kg. പക്ഷെ നമ്മുടെ വീട്ടിൽ 1 kg കേക്കൊന്നും പറ്റില്ല കേട്ടോ. മിനിമം ഒരു 5 കിലോന്റെ കേക്കെങ്കിലും വേണം. കാരണം നമ്മുടെ ഒരുപാട് എന്താ പറയുക എല്ലാരും ഉള്ള ഒരു ഫാമിലി ആയതുകൊണ്ട്. എന്താ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോ സൗണ്ട് പോയി. അങ്ങനെ നമ്മളിതേ കേക്കൊക്കെ മുറിച്ചു. കേക്ക് കട്ടിക്കുന്ന സമയത്ത് നൗഷക്കാക്കി അർഷാക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഒതുക്കി ഇരുത്തിക്കാണ്, അല്ലെങ്കിൽ ഫുള്ള് കച്ചറയ്ക്കും. ഇസു കയ്യിൽ സൂചി ഉണ്ട് എന്നുള്ള കാര്യം ഇടക്കിടക്ക് മറക്കണ്ട. എനിക്കാണെങ്കിൽ പേടിയാവാണ്ട് എവിടെയെങ്കിലും തട്ടു അങ്ങനെ നോക്കിയിട്ട്. അപ്പൊ എനിക്ക് തോന്നി അഡ്മിറ്റ് ചെയ്യായിരുന്നു നല്ലത്. അതാവുമ്പോ അവിടെ ഒതുങ്ങിയിരിക്കും. ഇവിടെ ഫുള്ള് മക്കളാവട്ടോ എനിക്ക് ഒതുങ്ങിയിരിക്കുക എന്നുള്ള കാര്യേ ഭയങ്കര ടാസ്ക്കാണ്. അങ്ങനെ ഇപ്പൊ അതേ കേക്കൊക്കെ എല്ലാ മക്കൾക്കും കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മള് ബർത്ത്ഡേക്ക് ഇങ്ങനെ മറ്റേ പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അന്ന് അതിനൊന്നും നിന്നിട്ടില്ല. എന്താ പറയാ നമ്മളിങ്ങനെ കേക്ക് കഴിക്കുന്ന സമയമാണ്. കറക്റ്റ് ടൈമിന് അർഷാക്ക് വന്ന് കേക്കിന്റെ ഒരു പീസ് അടിച്ച് മാറ്റി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അർഷാക്കിന്റെ കേക്കിന്റെ പകുതി 2 മക്കൾ കൊണ്ടുപോയി. എന്റെ കേക്കിന്റെ പകുതി 2 മക്കൾ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ എനിക്ക് വീണ്ടും ഒരു പീസ് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ക്രീം അധികമാണ്, എന്നാലും നമ്മളത് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ. അങ്ങനെ നമ്മള് രാത്രി ഉള്ള സൂചിക്ക് വേണ്ടിയിട്ട് വന്നിട്ടാണ് കേട്ടോ. ഓരോ പ്രാവശ്യം സൂചി വെക്കാൻ വരുമ്പോൾ ഇതിന്റെ അടുത്ത് ഓരോ കള്ളം പറഞ്ഞിട്ടാണ് വരിക. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്, കരയൊക്കെ ചെയ്യും. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. സിസ്റ്റർമാരും 2 പേരൊക്കെ കൈ പിടിച്ചിട്ടാണ് സൂചി വെക്കുക.
കാരണം മക്കളാണ് പറഞ്ഞിട്ട് കാലിലെ വേദന ഉണ്ടാവും. അപ്പോൾ 3 ദിവസം കൂടെ ഉണ്ട് കേട്ടോ സൂചി. അങ്ങനെ നമ്മൾ സൂചിയൊക്കെ വെച്ചിട്ട് എൻ്റെ വീട്ടിൽ നേരെ പോണത്. കാരണം നമ്മുടെ വീട്ടിലാകുമ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഓവർ കളികളിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ പോയി അവിടെ ആകുമ്പോൾ പിന്നെ ആരും തുള്ളിച്ചാടല്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ ഒതുങ്ങിയിരിക്കും. എന്നാലും ഇത് ചെയ്യാനുള്ളതല്ല എവിടെ പോയാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കണക്കിൽ കണ്ടിട്ട് പിന്നെ സ്കൂളൊക്കെ പൂട്ടിയില്ലേ, അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് ദിവസം അവിടെ നിൽക്കാന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നമ്മൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ.